പണ്ടൊക്കെ ഉണ്ടല്ലോ ഇൻട്രോവേർട്സ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ, അതായത് അധികം ആരോട് സംസാരിക്കാത്ത ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എന്തോ പോലെയായിരുന്നു കേട്ടോ. ഇതെന്താ ജാടയാണോ, അല്ലെങ്കിൽ ഇതെന്താ ഇങ്ങനെ ആരോടും മിണ്ടാത്തേ, എന്താ ചിരിക്കാത്തേ. പിന്നെ പിന്നെ എൻ്റെ ലൈഫിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയ അല്ലെങ്കിൽ ഞാൻ നേരിട്ട ഒരുപാട് എക്സ്പീരിയൻസുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി, അവർ ഇൻട്രോവേർട്സ് ആയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും പുറകിലൊരു കഥയുണ്ടാവും. അതായത് നമ്മൾ എല്ലാവരോടും പോയി ചിരിച്ച് കളിച്ച് നമ്മളുടെ ആ ഒരു സിൻസിയറിറ്റി കാരണം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ജെനുവിനിറ്റി കാരണം നമ്മൾ എല്ലായിടത്തും പോയി ചിരിച്ച് കളിച്ച് സംസാരിക്കും, എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യും, അല്ലെങ്കിൽ കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ ഷെയർ ചെയ്യും. പക്ഷേ പിന്നെ പണി കിട്ടുമ്പോഴാണ് മനസ്സിലാവുന്നത് തേച്ചൊട്ടിച്ചിട്ട് പോയതാണെന്നുള്ളത്. സോ ലിറ്ററലി ആ ഒരു സിറ്റുവേഷനിൽ കടന്നുപോയി അതിൻ്റെ അങ്ങേ അറ്റം പോയി നിന്നിട്ട് തിരിച്ചു വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ആരുമായിട്ടും ഒരു എന്താ പറയുക, അതായത് ആരുമായിട്ടും ഒരു സെൻറ്റിമെൻറ്റ്സ് ഇല്ലയെന്ന് ഞാൻ പറയില്ല, പക്ഷേ അങ്ങോട്ട് പോയി എല്ലാവരെയും സ്നേഹിക്കുന്നതും അങ്ങോട്ട് പോയി എല്ലാവരോടും മിണ്ടുന്ന പരിപാടി ഞാൻ നിർത്തി. എനിക്ക് തോന്നുന്നു നിങ്ങളിൽ ഒരുപാട് പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അതായത് നമ്മളെ ഒരാൾ ഇഷ്ടപ്പെടണം എന്നുള്ളത് നമുക്ക് ആരോടും ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ മനസ്സിലാക്കി ഇപ്പം നമ്മളെ മനസ്സിലാക്കുന്നവരോട് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. നമ്മളെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ നമ്മൾ എത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്ത് ഭൂമിയോളം താന്നു പോയാലും അവരത് കേൾക്കാനും പോണില്ല. ഇത് ഞാൻ പഠിച്ചൊരു ലെസണാണ് കേട്ടോ. എല്ലാവരും ഇതൊക്കെ തന്നെ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ എന്നാലും ഇത് ഭയങ്കര ഒരു വാല്യുബിൾ ലെസൺ ഫോർ ലൈഫാണ് എനിക്ക്.